സ്ഥാപനങ്ങളിലെ അഴിമതിയും കെടുകാര്യസ്ഥതയും തടയുന്നതിനു വേണ്ടി സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു വെബ്സൈറ്റ് തുടങ്ങുവാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഫോർ ദി പീപ്പിൾ എന്നാണ് ഈ വെബ്സൈറ്റിന് നൽകിയിട്ടുള്ള പേര്. നവംബർ ആദ്യ വാരത്തോടുകൂടി ഇത് നമുക്ക് പ്രവർത്തനക്ഷമമാക്കാൻ വേണ്ടി കഴിയും. ഏതെങ്കിലും തദ്ദേശ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും ആളുകളോട് കൈക്കൂലി ചോദിക്കുകയോ അല്ലെങ്കിൽ അഴിമതിക്ക് സഹായകമായിട്ടുള്ള പശ്ചാത്തലങ്ങൾ ഒരുക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ വീഡിയോ ക്ലിപ്പിങ്ങുകളോ അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്പിംഗോ ഈ വെബ്സൈറ്റിൽ അവർക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. തദ്ദേശ സ്വയംഭരണ മന്ത്രിയും അദ്ദേഹത്തിന്റെ സാർ അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയില്ലായിരിക്കും സാർ. കാരണം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ആളുകൾക്ക് അഴിമതി മുക്തിയെക്കുറിച്ച് പറഞ്ഞാൽ സത്യത്തിൽ അവർക്ക് അത്ര ടോളറേറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല സാർ. അത്തരത്തിലുള്ള വീഡിയോ ക്ലിപ്പിങ്ങുകളൊക്കെ ആവാം. നിങ്ങൾ ഈ ചെറുപ്പക്കാർ കുട്ടികളോട് ഈ കാര്യം പറഞ്ഞാൽ അവരെടുത്തുകൊള്ളും, ഒരു സംശയവുമില്ല. വളരെ ഫലവത്തായി നമുക്കിത് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. നമ്മൾ ശ്രമിച്ചാൽ അഴിമതി മുക്തമാക്കാൻ നമുക്കാകും സാർ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അഴിമതി മുക്തമായി മുന്നോട്ടു പോകണമെന്നുള്ള നിശ്ചയദാർഢ്യം ഗവൺമെന്റിനുള്ളതുകൊണ്ടാണ് ഒരാളും പരാതി നൽകാതെ ഒരു പത്രത്തിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു ക്ലാർക്ക് 2 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി എന്ന ഒരു വാർത്ത പുറത്തുവരികയുണ്ടായി. ഞങ്ങൾ ആ പത്രവാർത്ത ഫയലായി സ്വീകരിച്ചുകൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. അന്വേഷണം പോലും നടത്താതെ സസ്പെൻഡ് ചെയ്തു. അന്വേഷണത്തിലാണിപ്പോ. സസ്പെൻഡ് ചെയ്തതിന് ശേഷം അന്വേഷണം. അങ്ങനെ തന്നെയാകും ഇനി. തെളിവോടുകൂടി ഒരു കാര്യം ബോധ്യപ്പെട്ടാൽ ആദ്യ സസ്പെൻഷൻ, പിന്നീട് അന്വേഷണം. അത് തന്നെയാണ് സർക്കാർ ഇനിയും ഭാവിയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് സാർ. സംസ്ഥാനത്തെ ഒരു സെക്രട്ടറി, ഞാൻ ആ ഒരു കാര്യവും കൂടി നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സ്ഥലത്ത് നിന്ന് ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു, ബേക്കറി ഉണ്ടാക്കുന്ന യൂണിറ്റിന്റെ ലൈസൻസ് നൽകാൻ 10,000 രൂപ ഒരു സെക്രട്ടറി കൈക്കൂലി ചോദിച്ചു. ഞാൻ ആ സെക്രട്ടറിയുടെ നമ്പർ വാങ്ങുകയും ആ സെക്രട്ടറിയെ വിളിച്ച് ഈ കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ആ 10,000 രൂപയുമായി ഇത് കൊടുത്ത ആളുടെ വീട്ടിൽ ആ സെക്രട്ടറി എത്തുകയും എനിക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നടപടി എടുക്കരുത്, ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്ന് അദ്ദേഹത്തെ പലരെയും കണ്ട് അപേക്ഷിക്കുകയും ചെയ്തു. പക്ഷേ ഒരു മുന്നറിയിപ്പായി, ഇതെല്ലാവർക്കും ഒരു മുന്നറിയിപ്പാണ്. ഇത്തരത്തിലുള്ള അഴിമതി നടത്തുന്നവരോട് ഒരു തരത്തിലുള്ള മൃദു സമീപനവും ഗവൺമെന്റ് പുലർത്തുകയില്ല. പരിണതപ്രജ്ഞനായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ഒരുപക്ഷെ ബുദ്ധിമുട്ട് തോന്നിയേക്കാം. അവനവന് മനസ്സിൽ ആഗ്രഹമുള്ളത് എന്നാൽ ചെയ്യാൻ കഴിയാത്തത് മറ്റുള്ളവർ ചെയ്യുമ്പോൾ ആക്ഷേപിക്കാതിരിക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും അങ്ങയെപ്പോലെ ഒരാൾ കാണിക്കണം എന്നാണ് എന്റെ